നമ്മൾ തിരുവഴുത്തില് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തില് മലയിലെ പ്രസംഗമാണ്. ഈ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലൊക്കെ യേശു കർത്താവിന്റെ മലയിലെ പ്രസംഗം, ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന പ്രസിദ്ധമായ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കും. ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ബി ആറ്റിറ്റ്യൂഡ്, ആയിത്തീരുക. അപ്പം അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അതാണ് ബിയാറ്റിറ്റ്യൂഡ് എന്ന് വന്നത്. ബി ആറ്റിറ്റ്യൂഡ് അത് ലോക മനുഷ്യ സംസ്കാരത്തിൻ്റെ ധാർമ്മികതയുടെ ഒരു സൂചികയായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പൊ ബിയാറ്റിറ്റ്യൂഡിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോമാണ് ആ 3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ജപ്പാനിലെ ഒരു ബുദ്ധമത ഭിക്ഷുവിനെ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഒരു അമേരിക്കൻ സുവിശേഷകൻ വായിച്ചു കേൾപ്പിച്ചു. ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോ ഈ ഭിക്ഷുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. വലിയ കരച്ചിലോടെയാണ് അദ്ദേഹം അത് കേട്ടു തീർത്തത്. വായിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ സുവിശേഷകന് ഒരു ഫീലിംഗും ഇല്ലായിരുന്നു. 3 അധ്യായങ്ങൾ വായിച്ചപ്പോൾ ആ ബുദ്ധമത ഭിക്ഷു മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഇതാര് പറഞ്ഞതായാലും അദ്ദേഹം വാസ്തവത്തിൽ ബുദ്ധൻ തന്നെ. അപ്പോൾ ഈ അമേരിക്കൻ സുവിശേഷകൻ അത്ഭുതപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് ഇതിനകത്ത് പ്രത്യേകത തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ ബുദ്ധമത ഭിക്ഷുവിന് ശിഷ്യപ്പെട്ടിട്ടാണ് പിന്നീട് ക്രിസ്തു എന്താണ് പറഞ്ഞതെന്നുള്ളതിന്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിച്ചത്. പലപ്പോഴും കർത്താവ് പറഞ്ഞത് എന്താണെന്ന് ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ സുവിശേഷകർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. അവരുടെ വികലമായ കാഴ്ചപ്പാടിലും മലിനമായ മനസ്ഥിതി കൊണ്ടും അവരുടെ യാക്കോബ് ശ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്ന ഒരു വർഗമായി മാറിയത് കൊണ്ട് അവർക്ക് ക്രിസ്തുവിന്റെ സന്ദേശം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ എൻ്റെ കൂടെ നമ്മുടെ സഹോദരൻ പിന്നിപ്പി ജോണും ഉണ്ടായിരുന്നു. ഞങ്ങള് പെരുമ്പാവൂർക്ക് പോകുന്ന വഴി ആലുവ അദ്വൈത ആശ്രമത്തിന്റെ വഴിയാണ് പോയത്. അപ്പോൾ ആ ബോർഡ് കണ്ടപ്പോൾ ഞാൻ ബിന്നിയോട് പറഞ്ഞു, നമുക്കിവിടെ വല്ല പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം. കാരണം ഇവരുടെ എല്ലാ ബുക്കുകളൊക്കെ നാട്ടിൽ വരുമ്പോഴല്ലേ മലയാളം ബുക്കൊക്കെ മേടിക്കുന്നത്. ഞാൻ കുറേ ബുക്കൊക്കെ മേടിച്ചായിരുന്നു. ഇവിടെ വല്ല ബുക്കുണ്ട് മേടിക്കാം. അങ്ങനെ വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ കയറി. അപ്പം ആ മഠാധിപതിയെ പരിചയപ്പെടാനിടയായി. അവിടെ ബുക്ക് സ്റ്റാളിൽ ചെന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹമായിട്ട് കുറേ സമയം ഇരുന്ന് സംസാരിച്ചു. സത്യത്തിൽ കേരളത്തിലെ സുവിശേഷകര് അവിടെ പോയി അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു 3 മാസം ബൈബിൾ പഠിക്കുന്ന നന്നായിരിക്കും. കാരണം ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങള് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പെന്തക്കോസ്തിലുള്ള ഒരാൾക്ക് ഇതുപോലെ ബൈബിൾ അറിയാമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കർത്താവിന്റെ സന്ദേശം, കർത്താവ് എന്താണ് ആക്ച്വലി പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ യേശു പറഞ്ഞ ഒരു വാക്യത്തിലേക്ക് നമ്മൾ പോവാണ്. 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള കർത്താവിന്റെ ഒരു ഉപദേശമാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും വലിയ വീട് 50,000 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള വയനാട്ടിൽ വീട് വെച്ച ഒരു വ്യക്തി മരിച്ചുപോയി. അത് പരിഹസിച്ചുകൊണ്ടൊക്കെ ചില പോസ്റ്റുകൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കറങ്ങുന്നുണ്ട്. ഇത്രയും വലിയ വീട് വെച്ചവനെ ഇപ്പൊ അവന്റെ മരണത്തിൽ ഡെഡ് ബോഡി ആ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല.
എന്താണ് അതിൻ്റെ പ്രയോജനം? ഈ പോസ്റ്റിടുന്ന ആളുകളൊക്കെ ചിന്തിക്കണം, അവരൊക്കെ അവരുടെ പ്രാപ്തിക്കും മീതെയും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തരക്കേടില്ലാത്തൊരു വീട് പണിതിട്ട് ആണ് ഈ കളിയാക്കി പോസ്റ്റ് ഇടുന്നത്. ആ വീട്ടിലിരുന്നാണ് ഇത് ഇടുന്നത്. ഇവന്റെ ഒപ്പം എത്താൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. 5000 സ്ക്വയർ ഫീറ്റും 4000 സ്ക്വയർ ഫീറ്റും ഒക്കെ ഉള്ള വീട് അവർ പണിതിട്ടുണ്ട്. അപ്പൊ അവന് ഈ 50,000 സ്ക്വയർ ഫീറ്റ് പണിതിനോടുള്ള ഒരു വിരോധമാണ്. ആരെക്കാളെങ്കിലും ഒരു വലിയ വീട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ വീട് വെക്കുന്ന ആളെ വിമർശിക്കാൻ അവകാശമില്ല. ഞാനൊരു വലിയ വീട് വെക്കുന്ന ഒരാളെ വിമർശിക്കാറില്ല. നമ്മുടെ നാട്ടിലെ ഒരു ഫാഷനാണ് വലിയ വീട് വെക്കുന്നവരെ വിമർശിക്കുക, ആഡംബര വിവാഹം നടത്തുന്നവരെ വിമർശിക്കുക. നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങള് നമ്മുടെ പ്രാപ്തി പോലെ ആഘോഷമായിട്ടും ആഡംബരമായിട്ടും ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരും നടത്തുന്നവരുമാണ്. പക്ഷെ നമ്മളെക്കാൾ വിപുലമായിട്ട് ആരെങ്കിലും നടത്തിയാൽ അവൻ അഹങ്കാരി, അവൻ പാപി, ആ രീതിയിൽ വിധിക്കുകയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്നാൽ മതിയല്ല, നമ്മളെക്കാൾ താഴെ നിന്നാൽ മതി എന്നുള്ളതാണ്. അല്ലാതെ ഇത് നീതിയൊന്നുമല്ല. പൊതുവെ വലിയ നിർമ്മാണങ്ങളോട് വ്യക്തിപരമായിട്ട് എനിക്ക് എതിർപ്പാണ്. കാരണം അത് പ്രകൃതി സൗഹൃദമല്ല. അത് വീടായാലും സർക്കാരിന്റെ കെട്ടിടമായാലും അപ്പാർട്ട്മെന്റുകളായാലും എല്ലാം അത് പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്നുള്ള ഒരാശയത്തിൽ അതിനെ എതിർക്കുന്നു. പക്ഷേ ഒരു വ്യക്തി ഒരു വലിയ വീട് വെച്ചു, അങ്ങനെ വീട് വെക്കാൻ ഗവൺമെന്റ് അനുവാദം കൊടുക്കുന്നിടത്തോളം കാലം ആർക്ക് വേണേലും വെക്കാം. അപ്പൊ നമ്മുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമുക്ക് അവനോടുള്ള അസൂയ കൊണ്ടാണ് ഈ വിമർശന പോസ്റ്റ് ഇടുന്നത്. അല്ലാതെ ലോകത്തെ ഉദ്ധരിക്കണമെന്നോ ലോകത്ത് നീതി ഉണ്ടാകണമെന്നോ ഉദ്ദേശത്തിലും അല്ല. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. കർത്താവ് വീട് വെക്കുവോ, സ്വത്ത് സമ്പാദിക്കുന്നില്ല. കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വർഗത്തിൽ സമ്പാദിച്ചാൽ അവിടെ നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം കിട്ടും. 100 മടങ്ങ് പ്രതിഫലം എന്ന് പറഞ്ഞാൽ 10,000% ശതമാന കണക്കിൽ പറഞ്ഞാൽ. കാരണം 1 മടങ്ങെന്ന് പറഞ്ഞാല് അത് 100%. മനസ്സിലായോ? 1 മടങ്ങെന്ന് പറഞ്ഞാൽ 100%. അതായത് 100 രൂപ ഇട്ടാൽ 100 രൂപ പലിശ കിട്ടിയാൽ 1 മടങ്ങാകുമ്പോൾ തന്നെ 100%. 100 മടങ്ങ് പ്രതിഫലം എന്നാ പറഞ്ഞേ. അപ്പൊ 100 രൂപ നിക്ഷേപിച്ചാൽ 10,000 രൂപയാണ് നമുക്ക് പലിശ കിട്ടുന്നത്. അപ്പൊ 10,000% ഇൻട്രസ്റ്റ് സ്വർഗീയ നിക്ഷേപത്തിന്, സ്വർഗീയ വിരുന്നിലല്ല, സ്വർഗീയ നിക്ഷേപത്തിന് ഉണ്ടെന്ന് കർത്താവ് ഗ്യാരണ്ടി ചെയ്തിരിക്കുകയാണ്. 10,000%. എത്ര പേരത് വിശ്വസിക്കുന്നു? ഏത് ക്രിസ്ത്യാനിയാണ് ഇത് വിശ്വസിക്കുന്നത്? ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, സോളാ സ്ക്രിപ്ചറയാണ്, യേശുവിന്റെ അടുത്ത ആളുകളാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആളുകൾ സ്വർഗത്തിൽ എന്താണ് നിക്ഷേപിക്കുന്നത്? അപ്പൊ കർത്താവ് ഭൂമിയിലേക്ക് വന്നു. നമ്മൾ എന്താണ് ഇൻകാർണേഷൻ? ഇൻകാർണേഷൻ എന്തിനാണ്? ദൈവം നമ്മിൽ ഒരുവനായി മാറി. എന്തിനാണ്? നമ്മെ അവരിൽ ഒരാളാക്കി മാറ്റാൻ. അപ്പം മനുഷ്യന്റെ ദൈവീകരണമാണ് സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം. തിയോസിസ് ഓഫ് മേൻ. നമ്മളെ ദൈവമാക്കുകയാണ്. നമുക്കെന്തെങ്കിലും ഭിക്ഷ തരാനോ നമുക്കെന്തെങ്കിലും ഇട്ടു തരാനോ ഒന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് മതങ്ങൾ ദൈവത്തെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ, ദൈവമേ നീ അവിടെ ഇരുന്നോണം, ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടരുത്, ഇങ്ങോട്ട് നോക്കുക വേണ്ട, എന്നാൽ അത്യാവശ്യം ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ, ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ തന്ന് അവിടെ ഇരുന്നോണം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദൈവത്തെ അടച്ചു വെച്ച് നടയടച്ചു വെക്കുന്നത്. ഇനിയിപ്പം മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ, ഞങ്ങൾ കാര്യങ്ങൾ നോക്കിക്കോളാം, ഇങ്ങനൊരു സങ്കല്പമാണ്. പക്ഷെ ഇതൊന്നുമല്ല. കർത്താവ് വന്നതിന്റെ ഉദ്ദേശം നമ്മെ ദൈവത്തിലേക്കാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അത് സാധാരണ മതചിന്തകളുടെ പരിധിയിൽ നിൽക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ ഒരു മതമാക്കിയപ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവത്തെയും അനുഗ്രഹിക്കുന്ന, ഉയരത്തിലിരിക്കുന്ന ഒരു ദൈവമാക്കി ചിത്രീകരിക്കുകയും ആ ദൈവം
നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കുമെന്നും ഇടയ്ക്കിടയ്ക്ക് അനുഗ്രഹങ്ങളിലൊന്നും ദൈവത്തിന് അരിശം വരുമ്പം ചില കോപവും പിശാചും ഒക്കെ ഇങ്ങോട്ട് വരുമെന്നും പിന്നെ അവസാനം നമ്മളെ പിടിച്ച് ന്യായം വിധിക്കും. ഈ തരത്തിലുള്ള ഒരു ചിന്ത ക്രിസ്ത്യാനിത്വത്തിനകത്ത് വന്നു. പക്ഷേ അത് യഥാർത്ഥ ക്രിസ്ത്യാനിത്വമല്ല. യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തിൽ ഇതാ ദൈവം മനുഷ്യരോട് കൂടെ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, മനുഷ്യരോട് കൂടെയാണ് ദൈവത്തിന്റെ കൂടാരം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. അപ്പൊ ഫെലോഷിപ്പാണ് ദൈവത്തോട് ചേർന്ന്. ഇതാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പദ്ധതി. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം പറയാണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിപ്പീൻ. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിപ്പീൻ. എങ്ങനെയാ ദൈവം പരിശുദ്ധനായിരിക്കുന്നേ? ദൈവം എന്ന് പറഞ്ഞു കഴിയുമ്പം സിഗരറ്റ് വലിക്കത്തില്ല, മദ്യപിക്കത്തില്ല, ഭാര്യയുമായിട്ട് വഴക്ക് പിടിക്കത്തില്ല. അങ്ങനെയല്ല ദൈവം പരിശുദ്ധനായിരിക്കുന്നത്. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് ആ ബീയിങ്ങിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ കൊറോഷനും അതീതനാണ്. എല്ലാ തരത്തിലുള്ള ദ്രവീകരണം, ദ്രവത്വം, തുരുമ്പ് പിടിക്കത്തില്ല, പഴകത്തില്ല, ദ്രവിക്കത്തില്ല, മങ്ങിപ്പോകത്തില്ല, പ്രായം, ജരാനരകൾ ബാധിക്കത്തില്ല, മരണമില്ല. അപ്പൊ ബിയോണ്ട് ഓൾ ലിമിറ്റേഷൻസ് ആണ്. ഇപ്പൊ ഇമോർട്ടാലിറ്റിയാണ്, മോർട്ടാലിറ്റി അല്ല. അപ്പൊ ദൈവം എവിടെ ഇരിക്കുന്നു? ദൈവം സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തനായി, ഈസ് ഡിഫറൻറ്റ്. ദൈവം എവിടെയാണ്? ദൈവം സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തനായി ഇരിക്കുന്നു. ഈ പാന്തീസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പാന്തീസം എന്ന് പറഞ്ഞാല് ദൈവം ഈ ഇതിനകത്തെല്ലാം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ അടുത്തൊരു സ്പീക്കർ ഇരിപ്പുണ്ട്, അതായത് നിങ്ങൾ ഈ പാട്ടൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഈ സ്പീക്കറിൽ ദൈവമുണ്ട്. ഇവിടെ ശീമാ നമസ്കാരം ഇരിപ്പുണ്ട്. ഇതിനകത്ത് നമ്മൾ അപ്രേമിന്റെ മിമ്രാക്കെ ഉള്ളത്. അപ്പൊ ശീമാ നമസ്കാരം, ഈ ബുക്കിനകത്ത് ദൈവമുണ്ട്. ഇവിടെ ഒസാർക്കയുടെ വെള്ളമുണ്ട്. ഇതിനകത്ത് ഇവിടെ ദൈവമുണ്ട് ഈ കുപ്പിക്കകത്ത്. അപ്പൊ അതിനാണ് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും അത് പാന്തീസമാണ്. ഗോഡ് ഈസ് ഡിഫറൻറ്റ്. ദൈവം വ്യത്യസ്തനാണ്. പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിലാണ് ഇത് വരുന്നത് കേട്ടോ, ഗോഡ് ഈസ് ഡിഫറൻറ്റ്. അപ്പൊ പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൽ ഗോഡ് ഈസ് നോട്ട് ദാറ്റ് ഡിഫറൻറ്റ്. ഇത് നമ്മൾ തിരിച്ചു പഠിക്കണം. എന്താണ് ക്രിസ്ത്യാനിറ്റി കാണുന്നത്? എവരിവെയർ, എല്ലായിടത്തും ഗോഡ്സ് പ്രസൻസ് ഈസ് എവരിവെയർ. ഇവിടെ എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യം. ബട്ട് ഗോഡ്സ് എസൻസ് ഈസ് നോട്ട് ദെയർ. അപ്പൊ ദൈവത്തിന്റെ എസൻസ് അവിടെ ഇല്ല, ദൈവത്തിന്റെ പ്രസൻസ് ആണുള്ളത്. ദൈവത്തിന്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നിന്നെ വിട്ട് ഞാൻ എവിടെയാണ് പോകുന്നത്? നിന്നെ വിട്ട് ഞാൻ എവിടെ? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കും? പാതാളത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്? ഉഷസിന്റെ ചെറുക് ധരിച്ച് ഞാൻ ദൂരത്ത് പറന്നുപോയി വിശ്രമിക്കാമെന്ന് വെച്ചാൽ അവിടെയും നീയുണ്ട്. ദൈവം എവിടെയുണ്ട്? പൗലുസ്ലിയ പറയുമ്പം, റോമാലേഖനത്തിൽ പറയുമ്പോ എന്താ പറയുന്നേ? അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ 19-ാമത്തെ വാക്യത്തിൽ, 20-ാമത്തെ വാക്യത്തിൽ, റോമർ 1:20, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ സൃഷ്ടികളിൽ. അപ്പൊ പുൽക്കൊടിയിൽ നോക്കിയാൽ, പുല്ലിൽ നോക്കിയാൽ, പുഴുവിൽ നോക്കിയാൽ, മരത്തിൽ നോക്കിയാൽ, മഞ്ഞിൽ നോക്കിയാൽ, താഴ്വരകളിലും മലകളിലും പുഴകളിലും എല്ലാം ദൈവ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. We can see God. നമ്മളെ ആ പഴയ പാട്ടുണ്ടല്ലോ, സിനിമാ പാട്ടിനകത്ത് നമ്മൾ കേട്ടിട്ടില്ലേ? പുല്ലിൽ പുഴുവിൽ പൂവിൽ പൊടിയിൽ വന്യജീവികളിൽ വനസരണിൽ ജീവബൃന്ദുവിൻ അമൃതം തൂകും ലോകപാലക ജഗദീശ. അങ്ങനെ നമ്മുടെ പാടുന്നത്. ഇത് എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും, ഒരു മഞ്ഞുതുള്ളിയിൽ പോലും ദൈവത്തെ കാണാൻ പറ്റും. അപ്പൊ ദൈവത്തെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പണ്ട് പറഞ്ഞല്ലോ, വലിയൊരു വിവാദം ഉണ്ടായതാണ്. ഈ പ്രകൃതിയാണ് പ്രഥമ പാഠപുസ്തകം.
ഒരു 5 കൊല്ലം മുമ്പ് ഫേസ്ബുക്കിൽ വലിയൊരു വിവാദമായിരുന്നു. ബൈബിളല്ല ദൈവത്തിന്റെ ടെക്സ്റ്റ്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഗോഡ് ഈസ് ദ നേച്ചർ. ദൈവം നമ്മോട് സംസാരിക്കുക. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അല്ല ബൈബിൾ എടുത്ത് ആർക്കും വേണമെങ്കിലും കത്തിച്ച് കളയാം. മനസ്സിലായോ? ബൈബിൾ അല്ല ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആകാശമാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. ഭൂലോകത്തിൽ എല്ലായിടത്തും അതിന്റെ അളവ് നൂൽ ചെന്നെത്തുന്നു. ഹെവൻസ് ഡിക്ലെയർസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അവിടെയാണ്. അപ്പൊ നമ്മൾ ഈ പ്രകൃതി, സൃഷ്ടപ്രകൃതി, അപ്പൊ സൃഷ്ടപ്രകൃതിക്ക് അതീതനായിട്ടും അതീശനായിട്ടും ദൈവം നിൽക്കുകയാണ്. ദൈവത്തിന്റെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ, ഓൾ കോസ്മോസ്. കാരണം എബ്രായലേഖനത്തിൽ പറയും, അവൻ തന്റെ ശക്തിയുള്ള വചനത്താൽ ഇതിനെ മുഴുവൻ വഹിക്കുകയാണ്. അപ്പൊ ഹോൾ കോസ്മോസ് കാരിയഡ് ബൈ ഗോഡ് ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. അപ്പൊ ദൈവം പറയാണ്, ഞാൻ പരിശുദ്ധനാണ്. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പം ഹെവൻലി ഹോസ്റ്റ് ദൈവത്തെ വർഷിപ്പ് ചെയ്യാണ്. ദൈവമേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അത് യേശയ്യാ പ്രവാചകൻ ദർശനം കാണുന്നേ. ദൈവമേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 3 പ്രാവശ്യമാണ് പറയുന്നത്. അപ്പൊ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയാണ്. പരിശുദ്ധനാണ്. ഈ ദൈവം നമ്മോട് പറയുന്ന ഗുഡ് ന്യൂസ് ആണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിപ്പീൻ. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിപ്പീൻ. ബി ഹോളി ലൈക്ക് ഐ ആം ഹോളി. അതെങ്ങനെയാണ് ദൈവം പരിശുദ്ധനായത്? ദൈവം ബീഡി വലി നിർത്തിയിട്ടും കള്ളുകൂടി നിർത്തിയിട്ടും അങ്ങനെയല്ല. ദൈവം ബീയിങ്ങിലാണ് പരിശുദ്ധൻ, ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. അപ്പൊ ദൈവം ഇവിടെ പറയാണ്, ദൈവം പറയുന്നത് എന്താ? ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിപ്പീൻ. ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്. ദൈവം കൽപ്പിക്കുകയാണ്. കൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധരായിരിക്കാൻ വേണ്ടി നമ്മൾ പോയി എന്തെങ്കിലും ചെയ്യാനല്ല, നമ്മൾ പരിശുദ്ധരായിരിപ്പീൻ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചതുപോലെ നിങ്ങൾ പരിശുദ്ധരായിരിപ്പീൻ എന്ന് പറയുകയാണ്. അപ്പൊ അല്ലാതെ ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പരിശുദ്ധരായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ആയിരിപ്പീൻ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് നാമും അവനോട് സദൃശന്മാർ ആകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം താൻ ഇരിക്കുന്നത് പോലെ അവനെ കാണുന്നത് കൊണ്ട് നാമും അവനോട് സദൃശന്മാരായിത്തീരും. ഇപ്പൊ നമ്മെ ദൈവത്തെ പോലെ ആക്കുവാനാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിപ്പീൻ. അപ്പൊ അത് ഈ പരിമിതികൾക്കെല്ലാം അപ്പുറത്താണ് ദൈവം ഉള്ളത്. അപ്പൊ നമ്മുടെ ഈ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നമ്മെ ഉയർത്തുക, നമ്മുടെ പരിമിതികൾക്കപ്പുറത്ത്. അപ്പൊ നമ്മളിപ്പം ഈ കാലദേശ ബന്ധിതനാണ്. നമ്മൾ പൗലോസ് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, നമുക്ക് സമയങ്ങളും കാലങ്ങളും അതിരുകളും വെച്ചു. വി ഹാവ് ബൗണ്ടറീസ്, വി ഹാവ് ലിമിറ്റേഷൻസ്, വി ആർ ടൈം ബൗണ്ടഡ്, വി ആർ സ്പേസ് ബൗണ്ടഡ്. അപ്പൊ സ്പേസ് ബൗണ്ടഡും ടൈം ബൗണ്ടഡും ഒക്കെ ആയിരിക്കുന്ന നമ്മെ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനപ്പുറത്തുള്ള ഒരാള് നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മിലൊരാളായി പാർത്തു. നമ്മിലൊരാളായി പാർത്തിട്ട് വീണ്ടും അവനെന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് തന്നെ കരേറിപ്പോയി. ഇപ്പൊ നമ്മിൽ ഒരാള്, നമ്മുടെ എൽഡർ ബ്രദർ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. ഇപ്പൊ ടൈമിനും സ്പേസിനും അപ്പുറത്ത്, ഈ ലോകത്തിലെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത, കാരണം ഈ ലോകത്തിലെ ശാസ്ത്രം മുഴുവൻ ഈ ലിമിറ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനപ്പുറത്ത് നമ്മുടെ ഒരാൾ ഇരിപ്പുണ്ട്.
ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ്. അതാണ് സുവിശേഷം. അല്ല, നാളുകളായി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നടുവേദന ഇപ്പോൾ മാറിയതുപോലെ തോന്നുന്നുണ്ടോ? പാസ്റ്റർ, ഏകദേശം മാറിയ പോലെ തോന്നുന്നുണ്ട്. എങ്കിൽ സ്തോത്രായിച്ചിട്ടിട്ട് പോയിക്കൊള്ളുക. അപ്പൊ അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധികൾക്കപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ എല്ലാത്തരം ലിമിറ്റേഷൻസിനപ്പുറത്തേക്കും നമ്മെ ഉയർത്തിക്കൊണ്ടുപോകും. അതാണ് അത്താനാസ്യോസ് ബാവ എഴുതിയത്. നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ തീം സോങ് ആയിട്ട് നമ്മൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ പാടുന്നില്ല, അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോട് ബന്ധിച്ചിടുവാൻ. അപ്പൊ പാവന റൂഹായോട് ചേർത്ത് നമ്മെ ബന്ധിച്ച് നമ്മെ ഈ ലിമിറ്റേഷൻസിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ അതാണ് കർത്താവ് ഇവിടെ വന്നിട്ട് പറയുന്നത്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അപ്പൊ സ്വർഗത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. നമ്മുടെ ചിന്തകള് എന്ന് പറഞ്ഞ തോട്ട്സ്, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. നമ്മുടെ ചിന്തകള് നമ്മെ സംബന്ധിച്ച് അയഥാർത്ഥമാണ്. ഇറ്റ്സ് നോട്ട് റിയൽ, വെറും തോട്ട്സ് ആണ്. നമ്മൾ ഇന്ന കാര്യം ചിന്തിച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ നമുക്ക് കേസ് വരും, ചിലപ്പോൾ പിടിക്കും. പിണറായി വിജയന്റെ വീടിന്റെ പടം ഒരു പാവപ്പെട്ടവൻ ഇട്ടെന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ വന്നു. അപ്പൊ ഇവിടെ ഈ നമുക്ക് ഫേസ്ബുക്കിൽ ഇടുമ്പോഴാണ് കേസ് വരുന്നത്. പക്ഷെ മനസ്സിൽ ചിന്തിച്ചാലോ, ലോകത്തൊരു കോടതിയിലും കേസില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. അപ്പൊ നിങ്ങളുടെ ചിന്തകൾ ലോകത്തെ സംബന്ധിച്ച് വെറും ചിന്തകൾ മാത്രമാണ്, കേവലം ചിന്തകളാണ്, അയഥാർത്ഥങ്ങളാണ്. പക്ഷേ ദൈവരാജ്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ചിന്തകളെല്ലാം റിയലാണ്. വീണ്ടും ശ്രദ്ധിക്കുക, ഈ ലോകത്തിൽ നിങ്ങൾ ആരാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളുടെ വേഷം, നിങ്ങളുടെ ഭാഷ, നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങളുടെ പുറമെയുള്ള ബാഹ്യ രൂപം, ഇതൊക്കെയാണ്. ഇപ്പം ഞാനിങ്ങനെ നല്ലൊരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഞാനൊരു എസ് ക്ലാസ് ബെൻസിൽ വരുന്നു, ഇപ്പോൾ ഇറങ്ങുന്നു. അപ്പോൾ ആളുകൾ എന്നെ നോക്കുന്നു, എൻ്റെ കാറെ നോക്കുന്നു, മൊത്തത്തിൽ വിലയിരുത്തുന്നു. അതിനുശേഷം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കാണുമോ? എല്ലാവർക്കും $100 ടിപ്പ് കൊടുക്കുന്നു. അപ്പം ലോകം വിലയിരുത്തുന്ന അങ്ങനെയാണ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളെ ഈ ലോകം വിലയിരുത്തുന്നത് നിങ്ങളുടെ പുറമെയുള്ള അപ്പിയറൻസ് കൊണ്ടാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ പുറമെയുള്ള ഒന്നുകൊണ്ടുമല്ല. ഈ പാഠം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. നിങ്ങളുടെ പുറമേ കാണുന്ന യാതൊന്നുകൊണ്ടും ദൈവരാജ്യത്തിൽ നിങ്ങൾ വിലയിരുത്തപ്പെടുന്നില്ല. നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടൊന്നും അല്ല. നിങ്ങളുടെ ചിന്തകൾ എന്താണ്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? അതാണ് നിങ്ങൾ. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങൾ. നിങ്ങളിപ്പോൾ ഇന്ത്യൻ സുവിശേഷകരുടെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷം അറിയിക്കുന്നതിനെ പറ്റിയാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവ്, നോർത്ത് ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള പാവപ്പെട്ടവർ, വീടില്ലാത്തവർ, അവരെ പറ്റി ഓർത്ത്, അശരണരായ ആളുകൾ, അവരെ പറ്റി ഓർത്ത് നിങ്ങളുടെ ഹൃദയം ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നുണ്ടോ? സത്യത്തിൽ ആ വീട് വെക്കാൻ വേണ്ടി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് പോയി
വീട് വെക്കുന്ന ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഇപ്പം ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ ഈ വീട്ടിലിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഈ ലോകത്തിൽ ഈ മഞ്ഞത്തൊക്കെ വീടില്ലാതിരിക്കുന്ന ആളുകളെ കുറിച്ച് ഓർത്ത് എനിക്ക് വലിയ ദുഃഖമാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി, ഇതേക്കുറിച്ച് ഞാനിങ്ങനെ ഓർത്ത് ഭാരപ്പെടുകയാണ്. അതേസമയം പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഫീൽഡിൽ പോയി പ്രവർത്തിക്കുന്ന ഒരാൾ, ആ ആളുടെ മനസ്സിൽ ഈ കുഞ്ഞുങ്ങളില്ല. ആ ആളുടെ മനസ്സിൽ തനിക്ക് കിട്ടുന്ന ശമ്പളമോ അല്ലെങ്കിൽ അവിടുന്ന് കമ്മീഷനോ. പക്ഷെ ലോകം നോക്കുമ്പം ആ വ്യക്തി കുഞ്ഞുങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റേ വ്യക്തി പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന വ്യക്തിയാണ്. ലോകം നോക്കുമ്പോൾ ഞാൻ വീട് വെച്ച് കൊടുക്കാനും പോകുന്നില്ല, കുഞ്ഞുങ്ങളെ ഉദ്ധരിക്കാനും പോകുന്നില്ല. ഇനി ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റ് നോക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കർത്താവ് പറഞ്ഞ ഒരു ഉപമ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് പറഞ്ഞു 2 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തോട് പറഞ്ഞു, നീ പോയി വേലി കെട്ട്. ഒന്ന് മനസ്സിലായോ? അവൻ പറഞ്ഞു, ഞാൻ പോയേക്കാം. അപ്പോൾ അവൻ വാഗൊണ്ട് പറയാണ്, ഞാൻ പോയേക്കാം. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ പോകാൻ ഉദ്ദേശമില്ല. അപ്പം നമ്മുടെ ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ചിന്തകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് സങ്കല്പിക്കുന്നു, നിങ്ങൾ എന്ത് ഭാവനയിൽ കാണുന്നു. റോമാലേഖനം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലൂസ് ശ്ലീഹ പറയുകയാണ്, നമുക്ക് വായിക്കാം. റോമാലേഖനം 7:7. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത് അങ്ങനെയൊന്നും പറയരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ പാപത്തെ അറിയയില്ലായിരുന്നു. നമ്മുടെ തർജ്ജിമ ബൈബിളിൽ ശരിയില്ല, മോഹത്തെ അറിയില്ല, പാപത്തെ അറിയയില്ലായിരുന്നു. അപ്പം മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറഞ്ഞു. എവിടെ പറഞ്ഞു? 10-ാമത്തെ കൽപ്പന പറഞ്ഞു. ഇപ്പൊ പൗലോസ് പച്ചമഷിയായിട്ടിരിക്കുകയാണ്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ടിക്ക്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ പ്രതിമയൊന്നും ഉണ്ടാകരുത്. ശബത്ത് ആളിനെ ബഹുമാനിക്കണം. ടിക്ക്. നിന്റെ ദൈവത്തിന് നാം വൃത എടുക്കരുത്. ടിക്ക്. അപ്പനെ അമ്മയും ബഹുമാനിക്കണം. ടിക്ക്. കൊല ചെയ്യരുത്. ടിക്ക്. മോഷ്ടിക്കരുത്. ടിക്ക്. വ്യഭിചാരം ചെയ്യരുത്. ടിക്ക്. കള്ളസാക്ഷ്യം പറയരുത്. ടിക്ക് 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 ടിക്ക്. 9 ടിക്ക് ഇട്ടു പച്ചമഷിക്ക്. 10-ാമത്തെ കൽപ്പന വന്നപ്പോൾ ഒരുമാതിരി ഒരു വല്ലാത്ത ഇടപാടായി പോയി. 10-ാമത്തെ കൽപ്പന പറയാണ്, മോഹിക്കരുത്. പത്താമത്തെ കൽപ്പനയിൽ വന്നപ്പം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ലോകം സാക്ഷ്യം പറയും പൗലോസ് ശ്ലീഹ പാപം ചെയ്തിട്ടില്ല. ലോകം പറയും, കോടതി പറയും, പോലീസ് പറയും, അയൽക്കാർ പറയും, നാട്ടുകാർ പറയും, വീട്ടുകാർ പറയും, ഈ പട്ടികയിൽപ്പെട്ട ഒരു പാപവും ഈ വിശുദ്ധനായ മനുഷ്യൻ ചെയ്തിട്ടില്ല. പക്ഷെ ദൈവം തമ്പുരാൻ 10-ാമത്തെ കൽപ്പന എഴുതി, മോഹിക്കരുത്. പൗലോസ് ശ്ലീഹ പറഞ്ഞു, ആ ഒരു കൽപ്പന ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടിയാനേ. ആ ഒരു കൽപ്പന, അതാണ് പിതാക്കന്മാരെ പ്രാർത്ഥനയിലേക്ക് നയിച്ചത്. അത് പരിഹാരം നൽകിയ നിന്റെ ബലിയാലേ എന്നെ ഞെരുക്കിടാതെ മഹാ ദുഷ്ടനെ നീ മാറ്റിയിടണമേ. നിന്നുടെ വാഗ്ദാനം കൃപയാലെങ്കലഹോ നീ നിറവേറ്റി. നിൻകുരിശാലൻ ജീവന് നീ മംഗളമോടും കാക്കണമേ. ഏറിയൊരെന്റെ ഹീനതയിൽ പ്രീതിയെ നീ കാണിച്ചതിനാ ഞാനുണരുമ്പോൾ
താറാകണമേ. നിൻ തിരുവിഷ്ടം നിന്നടിയാൻ അൻപിലറിഞ്ഞായതുപോലെ തന്നെ നടപ്പാൻ നിൻ കൃപയാൽ എന്നിൽ നിത്യം കൃപ ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പൗലുസ്ലീഹയുടെ പാപത്തെ അറിയുകയാണ്, നമ്മൾ എത്ര പാപികളാണ് എന്ന്. നമ്മുടെ പേര് പോലീസ് സ്റ്റേഷൻ കേസില്ല, കോടതി കേസില്ല, ലോകത്തൊന്നും കുഴപ്പമില്ല, നാട്ടിൽ നല്ല അഭിപ്രായമാണ്. പക്ഷെ സ്റ്റിൽ 10ാമത്തെ കൽപ്പന പറയുന്നത് നീ മോഹിക്കരുത്. അപ്പൊ അവിടെയാണ് നമ്മുടെ ആന്തരിക മനുഷ്യൻ എന്നൊരു പ്രശ്നം വരുന്നത്. അപ്പൊ 2 മനുഷ്യൻ, ബാഹ്യ മനുഷ്യനുമുണ്ട്, ആന്തരിക മനുഷ്യനുമുണ്ട്. അപ്പൊ ആന്തരിക മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 3 ചിന്തകള് ഈ പുതിയ നിയമ തിരുവെഴുത്തുകളിൽ നമുക്ക് കാണാം. അതിൽ 1ാമത്തെ ചിന്ത കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് കൊണ്ടുവരുന്നത്. ആ ചിന്ത ഇതാണ്: ആന്തരിക മനുഷ്യനെ പറ്റിയുള്ള ചിന്തയിൽ ആന്തരിക മനുഷ്യന്റെ സമ്പത്ത്, സാമ്പത്തിക സ്ഥിതി. അപ്പൊ കർത്താവ് പറയണം, നിന്റെ അകത്തെ മനുഷ്യൻ സമ്പന്നനാകണം, അകത്തെ മനുഷ്യൻ സമ്പന്നനാകണം. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? സമ്പത്ത് സ്വരൂപിക്കണം. കർത്താവ് പറയാണ്, കള്ളന്മാർ കൊണ്ടുപോകാത്ത, തുരുമ്പ് പിടിക്കാത്ത, ദ്രവിച്ചു പോകാത്ത, പഴകിപ്പോകാത്ത, ഒരു തരത്തിലും ശോഷണം, മൂല്യശോഷണം സംഭവിക്കാത്ത, 100 മടങ്ങ്, അതായത് 10,000% പലിശ നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗീയ നിക്ഷേപം നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എന്തായിത്തീരണം? അകത്തെ മനുഷ്യൻ സമ്പന്നനായി തീരണം. അകത്തെ മനുഷ്യൻ സമ്പന്നനായി തീരണം. അപ്പൊ അകത്തെ മനുഷ്യന്റെ സമ്പത്തിനെ സംബന്ധിച്ച് വളരെ അധികം കൺസേൺ കർത്താവ് കാണിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നല്ല സമ്പന്നനായേ മതിയാകൂ. അപ്പൊ അകത്തെ മനുഷ്യന് എന്തുണ്ട്? സമ്പത്തുണ്ട് എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ചാണ്. അകത്തെ മനുഷ്യന് സൗന്ദര്യമുണ്ട്. ചിന്ത കൊണ്ടുവരുന്നത് പത്രോസ്ലീഹയാണ്. 1 പത്രോസ് 3 അതിന്റെ 3ാമത്തെ വാക്യം മുതൽ, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അപ്പൊ നമ്മുടെ മനസ്സ് എന്നതിനെ പത്രോസ്ലീഹ വിളിക്കുന്നത് ഗൂഢമനുഷ്യൻ എന്നാണ്. അപ്പൊ നിങ്ങളിലൊരു ഗൂഢമനുഷ്യനുണ്ട്. നിങ്ങളുടെ പുറത്തൊരു നല്ല മനുഷ്യനുണ്ട്, നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ അകത്തൊരു ഗൂഢമനുഷ്യൻ നമ്മുടെ മനസ്സാണ്. ദൈവസന്നിധിയിൽ വിലയേറിയതാണ് ആ ഗൂഢമനുഷ്യൻ. നമുക്കൊരു സ്ക്രിബ്ലിംഗ് പാഡ് പോലെ ഒരു 200 പേജുള്ള ഒരു സ്ക്രിബ്ലിംഗ് പാഡ് തന്നിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് വരയ്ക്കുന്നത്, എന്തൊക്കെയാണ് എഴുതുന്നത്. ഇവിടെ അമേരിക്കയിലൊരു പരിപാടിയുണ്ട്. ഇവിടെ നമ്മൾ ഈ സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണാൻ ചെന്ന് കഴിയുമ്പോൾ അവര് ഇതുപോലെ ഒരു സ്ക്രിബ്ലിംഗ് പാഡും 2-3 പേനായും പെൻസിലും എല്ലാം തന്ന് നമ്മളെ അവിടെ ഇരുത്തും. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞാണ് കൺസൾട്ട് ചെയ്യുന്നത്. നമ്മൾ 1 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് നമ്മളത് സ്വാഭാവികമായിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? വരയ്ക്കും, കുറിക്കും, എഴുതും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ അകത്തോട്ട് വിളിച്ചിട്ട് പിന്നെ നമ്മളോട് ചോദിക്കത്തൊന്നുമില്ല. ആ പാട് മേടിച്ച് അതേ നോക്കിച്ച് അത് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ സകല പ്രശ്നങ്ങളും അവർ പറയും. അത് നമ്മൾ ആ എഴുതുന്നതിലും വരയ്ക്കുന്നതിലെല്ലാം നമ്മുടെ അകത്തെ മനുഷ്യൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തമാണ്. അപ്പം അതുപോലെ ഇവിടെ പത്രോസ്ലീഹ പറയുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയതായിട്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നൈസ് പേഴ്സൺ ആണ്. എത്ര നേരമാണെന്ന് അറിയത്തില്ല. നമ്മളെല്ലാവരോടും നമ്മളിപ്പം ഒരു യാത്ര പോവാ വളരെ സന്തോഷമായിട്ട്, അപ്പം നമ്മുടെ അടുത്ത സീറ്റിൽ ഇരിക്കാൻ പറ്റുന്ന ഒരാൾ വരും, നമ്മൾ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും. നമ്മൾ ഒരു സഹയാത്രികരാണല്ലോ ഒരു യാത്ര. പക്ഷെ ആൾ വന്നു കഴിഞ്ഞാൽ ഹലോ എന്ന് വെച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര വായ്നാറ്റമാണ് അയാൾക്ക്. അതോടുകൂടി നമുക്ക് അയാളോടുള്ള എല്ലാ സൗഹാർദ്ദവും പോയി. പിന്നെ നമുക്ക് സൗഹാർദ്ദമൊന്നുമില്ല.
അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടേതായ ഈ നൈസ് പേഴ്സൺ, അപ്പൊ നമ്മൾ നൈസ് പേഴ്സൺ എന്ന് പറയുന്ന ആളുടെ ആ നൈസ്നെസ്, ആ ആളുടെ കംഫർട്ട് തീരുന്നവരേ ഉള്ളൂ. ആ ആളുടെ ഇഷ്ടം നടക്കണം. അത് നമ്മൾ സെൽഫ് സെന്റേർഡ് ആണ്. വി ആർ നൈസ്, സെൽഫ് സെന്റേർഡ് നൈസ്നെസ് ആണ്. അത് നമ്മൾ സ്വയം കേന്ദ്രീകൃത മൃദുത്വമാണ്. നമ്മളെല്ലാം കംഫർട്ട് ആയിരിക്കണം, നമ്മുടെ കാര്യമെല്ലാം ഓക്കെ ആയിരിക്കണം. അപ്പൊ നമ്മൾ പുറത്തിങ്ങനെ ചിരിച്ചോണ്ട് നമ്മുടെ കാര്യം പ്രശ്നത്തിലാണ്, അവതാളത്തിലാണെങ്കിൽ നമ്മൾ വിഷയം ഉണ്ടാക്കും. മനസ്സിലായി? നമ്മുടേതായ സെക്യൂരിറ്റി, സേഫ്റ്റി, കംഫർട്ട്. ഇപ്പം നോക്ക്, കേരളത്തിലുള്ള ആളുകൾ ഗൾഫിൽ നിന്നുള്ള പ്രവാസികൾ തിരിച്ചു വരണ്ടെന്നാ പറയുന്നത്. ഇത്രയും നാൾ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും അല്ലെങ്കിൽ ഈ സിനിമാക്കാരും എല്ലാം ഗൾഫിൽ പോവുക. ഗൾഫിലുള്ളവർക്ക് വേറെ ഒരു പണിയില്ല. എപ്പോഴും കാണാം ഗൾഫിലുള്ള അവനെ എഴുന്നള്ളിക്കുന്നു, ഇവനെ എഴുന്നള്ളിക്കുന്നു, ആ കരനെ എഴുന്നള്ളിക്കുന്നു, ഈ ആളെ എഴുന്നേൽപ്പിക്കുന്നു, മറ്റേ ആളെ എഴുന്നള്ളിപ്പിക്കുന്നു. എന്തെല്ലാം ആളുകളാണ് രാഷ്ട്രീയക്കാര്. നിങ്ങളെ എഴുന്നള്ളിപ്പിച്ച ഏതെങ്കിലും മന്ത്രിമാരിപ്പോ തിരിഞ്ഞു നോക്കുന്നുണ്ട്? ആ മന്ത്രി എഴുന്നള്ളിക്കുന്നു, ഈ മന്ത്രി എഴുന്നള്ളിക്കുന്നു, അവന് സ്വീകരണം, ഇവന് സ്വീകരണം, ഇതായിരുന്നു. പക്ഷെ ഇപ്പം ഗൾഫുകാർ ചെല്ലുന്ന നോക്കിയിരുന്ന നാട്ടുകാർ അവരെല്ലാം പറയുന്നത്, ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ ഫോൺ വിളിച്ചൊരു നാട്ടിലൊരു വീട്ടിൽ നിന്ന് ഒരു കൂട്ടരനെ വിളിച്ചതാ. അപ്പൊ അവിടുത്തെ ഒരു അമ്മച്ചി പറയുകയാണ്, വരുന്നവനെ വെടിവെച്ച് കൊല്ലണം. ഏതാ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോലീസുകാർ തോക്കുമായിട്ട് എന്നിട്ട് ഇറങ്ങുന്നവനെ വെടിവെച്ച് കൊല്ലണമെന്ന് ഒരു അമ്മച്ചി സജസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മനസ്ഥിതി. ഞാൻ അയ്യോ നമ്മുടെ ആളുകളല്ലേ വരുന്നേ? അതെ, നമ്മുടെ ആളുകളാണ്. പക്ഷെ അവരെ എന്ത് ചെയ്യണം? കാരണം കൊറോണയൊക്കെ ആയിട്ടാണ് വരുന്നത്, വെടിവെച്ച് കൊന്നേക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രശ്നം വരുന്നത് വരെയാണ് നമ്മൾ നൈസായിട്ടിരിക്കുന്നത്. നമുക്കെല്ലാവരുടെ സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. എവിടെയാ സ്നേഹം? നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കണം, നമ്മൾ പറയുന്ന പോലെ അവർ ചെയ്യണം, നമ്മളെ സന്തോഷമാക്കി വെക്കണം. അപ്പൊ നമുക്ക് നല്ല ആളുകൾ, അവർക്ക് നമ്മൾ നല്ല ആളുകളാണ്. ഇവിടെയാണ് കർത്താവിന്റെ മലയിലെ പ്രസംഗം. കർത്താവ് പറയാണ്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ, നിങ്ങളെ ശകാരിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, നന്മ കൊണ്ട് തിന്മയെ ജയിപ്പീൻ. ഇങ്ങനെ കർത്താവ് പറയാണ്. അപ്പൊ മനസ്സ് എങ്ങനെയായി തീരണം? നമ്മളെ സംബന്ധിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ക്ലാസ്സിൽ നമ്പർ 1 ഒന്നാമതാണ്, നല്ല പാട്ട് പാടും, മിടുക്കി കുട്ടി, പാട്ട് പാടി ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ വൈറലാകുകയാണ്. അപ്പൊ എല്ലാവരും അഭിനന്ദനങ്ങൾ കോരിച്ചൊരിയുകയാണ്. ചക്കര ഉമ്മ മായ എന്ന് പറഞ്ഞൊരു കുട്ടിയാന്ന് നോക്കുക. അപ്പൊ മായ കുട്ടിയെ ചക്കര ഉമ്മ 10,000 ലൈക്ക് ആളുകൾ. വേറെ ഒരു കൊച്ച് മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്തരത്തിലുള്ള സിൻഡ്രോമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കൊച്ചു ഈ സെയിം പ്രായമാണ്. നമ്മൾ എത്ര പേരാ ലൈക്ക് ചെയ്യുന്നത്? നമ്മൾ 2 പിള്ളേരുണ്ട്. ഒരു കൊച്ചു മാർക്കെല്ലാം മേടിച്ചു, നല്ല മിടിക്കായിട്ട്, മറ്റേ കൊച്ചിന് മാർക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയെയാണോ, ആ കുഞ്ഞിനെയാണോ സ്നേഹിക്കുന്നത്, അതോ ആ കുഞ്ഞിന്റെ കഴിവിനെയാണോ? നമ്മളെ ടാലൻസിനെയാണ് സ്നേഹിക്കുന്നത്, പെർഫോമൻസിനെയാണ് സ്നേഹിക്കുന്നത്. പെർഫോമൻസിനെയാണ് സ്നേഹിക്കുന്നത്. ഇന്നലെ എന്നെ നമ്മുടെ സഹോദരൻ ബിന്നിപ്പി ജോൺ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നടിയായിരുന്നു ശോഭന. ഇപ്പൊ പുതിയൊരു സിനിമ എന്തോ വരണ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടപ്പം അതിനകത്ത് ശോഭനയൊക്കെ അങ്ങ് പ്രായമായിപ്പോയി പാസ്റ്ററെ, ഭയങ്കര വിഷമായിപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി തനിക്ക് ശോഭന ഇഷ്ടമില്ലേ? പുള്ളിയെ ഒന്നും മിണ്ടുന്നില്ല. കാരണം ഇനിയിപ്പോ എന്തോ ഇഷ്ടപ്പെടാൻ. അപ്പൊ ഇഷ്ടപ്പെട്ട എന്താണ്? അവളുടെ ആ തൊലിവിനിപ്പും ആ സൗന്ദര്യവും ആ ചുരുക്കും ആ യൗവനം, അതൊരു മായയാണ്. അപ്പൊ നമ്മൾ ആരും വ്യക്തികളെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ അവരുടെ ആരോഗ്യത്തെ, നമ്മൾ അവരുടെ സൗന്ദര്യത്തെ, അവരുടെ പെർഫോമൻസിനെ, അവരുടെ ടാലൻസിനെ, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു. ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും ബന്ധങ്ങളിലും എല്ലാം ഹൗ ദേ പെർഫോം, ഇതാണ് നമ്മുടെ വിഷയം. മനുഷ്യനെ സ്നേഹിക്കുക.
ഇവിടെയാണ് നമ്മൾ സുവിശേഷത്തിലേക്ക് വരേണ്ടത്. ഹെൽത്തി ആയിട്ടും വെൽത്തി ആയിട്ടും ഇരിക്കുന്ന ആളുകൾ. നമ്മുടെ ദുബായിലൊരു പാസ്റ്ററുണ്ട്. ഈ പാസ്റ്റർ ഈ ഇന്ത്യയിലുള്ള മലയാളി പെന്തക്കോസ്തിലെ സർവമാന നേതാക്കന്മാർക്കും വേദികൾ ഒരുക്കി കൊടുത്ത പാസ്റ്ററാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 12 വർഷം ദുബായിൽ നടന്ന മീറ്റിംഗ് നോക്കി ഏറ്റവും കൂടുതൽ മീറ്റിംഗ് വെച്ചത് PG വർഗീസിനും MA വർഗീസിനും ഒക്കെ വേദികൾ കൊടുത്ത, അതുപോലെ എല്ലാ പാസ്റ്റർമാരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ പാസ്റ്ററും കേരളത്തിലെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരായ പാസ്റ്റർമാർക്ക് വേദികൾ കൊടുത്തു. പ്രവാചകന്മാർക്ക് മുഴുവൻ വേദികൾ കൊടുത്തു. അവർക്ക് പണം സമ്പാദിക്കാനും ഇതിനെല്ലാം അവസരങ്ങൾ കൊടുത്തു. പേരില്ലാത്തവന് പേരുണ്ടാക്കി കൊടുത്തു. പേരുള്ളവന്റെ പേര് 10 ഇരട്ടിയാക്കി കൊടുത്തു. ഇതെല്ലാം ചെയ്തു. അദ്ദേഹത്തിന്റെ സഭയിലൊരു തകർച്ച വന്നു, ഒരു ഭിന്നത വന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറെ ആളുകൾ വിട്ടുപോയി. കുറച്ച് പ്രതികൂലങ്ങൾ വന്നു. സാമ്പത്തികമായി കുറെ തകർച്ച വന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരെ കപ്പം കൊടുക്കുന്നത് പോലെ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപ ഈ പ്രധാന നേതാക്കന്മാർക്ക് കപ്പം പോലെ കൊടുത്തോണ്ടിരുന്ന, അദ്ദേഹത്തിന്റെ ധാരാളം പണം വാങ്ങിയിട്ടുള്ളവരാണ്. ഈ ഒരു പ്രതികൂലം വന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവർ വിളിച്ചില്ല. ഈ പുള്ളി വിളിച്ചിട്ട് അവരാരും ഫോൺ എടുത്തിട്ടുമില്ല. അപ്പൊ ഈ പീരീഡിൽ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് പറഞ്ഞാണ്, ഇത്രയും നാളിനിടെ അദ്ദേഹത്തെ അന്വേഷിച്ച് ആ വീട്ടിൽ ചെന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ ബ്രദർ സജിത്ത് ജോസഫ്. എന്നെ വിളിച്ചാണ്. സജിത്തുമായിട്ട് അദ്ദേഹത്തിന് ഒരു അങ്ങനത്തെ ലോകിയൊന്നുമില്ലായിരുന്നു. സജിത്തിന് വലിയ മീറ്റിംഗ് അത് വെച്ചിട്ടുമില്ല. അന്വേഷിച്ചെന്ന് പറഞ്ഞു. വളരെ ദുഃഖത്തോടെയാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം അതുപോലെ, ഞാൻ പറഞ്ഞത്, നമ്മൾ ആ കൃത്യമായിട്ട് കർത്താവ് എന്താ പറഞ്ഞെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. കർത്താവ് പറഞ്ഞത് മനുഷ്യരെ സ്നേഹിക്കാനാണ്. അവന് പണമുണ്ടോ, അവന് പദവിയുണ്ടോ, സൗന്ദര്യമുണ്ടോ, അധികാരം ഇപ്പോൾ ഉണ്ടോ, ഇതാണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ ഗൾഫുകാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്ത് ബെനിഫിറ്റ്? അപ്പൊ നമ്മൾ ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുന്നില്ല, മനുഷ്യനെ കാണുന്നില്ല, മനുഷ്യനെ അറിയുന്നില്ല. അപ്പൊ മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിക്കുമ്പോഴും അവനെ സ്നേഹിക്കണം. അല്ല, എന്നെ കംഫർട്ടബിൾ ആക്കി വെക്കുക, എന്നെ സന്തോഷിപ്പിക്കുക, ഇതാണ് അവരുടെ ഡ്യൂട്ടി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് സെൽഫ് സെന്റേർഡ് ആയിട്ടാണ്, അത് സ്വയകേന്ദ്രീകൃതമായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്നെ സന്തോഷിപ്പിക്കണം, എനിക്ക് പ്രസാദമുള്ളവർ ചെയ്യണം. നമ്മൾ തിരിഞ്ഞു ചിന്തിക്കണം. അവന് സന്തോഷം വരുന്ന രീതിയിൽ അവനെ നമ്മൾ സന്തോഷിപ്പിക്കാനാണ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവന് സന്തോഷം വരുന്ന രീതി, അതാണ് ഈ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കാര്യം പത്രോസ് എടുത്തു കാണിക്കുകയാണ്. മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. അപ്പൊ ഈ ഗൂഢമനുഷ്യൻ എന്തുണ്ട്? സൗന്ദര്യമുണ്ട്. നമ്മൾ പാടുന്നത് വിനയം, മാനം, പതിഭക്തി, എൻ പ്രിയ തന്നൂടെ മൂടുപടം. അപ്പൊ ഇത് അകത്തെ മനുഷ്യന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. 45 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. 45 സങ്കീർത്തനത്തിൽ ഈ അന്തപുരത്തിലെ രാജകുമാരി എന്ന് പറഞ്ഞ രാജകുമാരി ഇല്ല. അപ്പൊ ശരിക്കും തർജ്ജമ ചെയ്താൽ രാജകുമാരി അന്തപുരത്തിൽ ശോഭാപരിപൂർണയാകുന്നു. അന്തപുരത്തിൽ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അകത്ത്. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് ആ സൗന്ദര്യം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഈ സമാഗമന കൂടാരം ഉണ്ടാക്കാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ തഹശുതോൽ കൊണ്ട് പൊതിയണം. തഹശുതോൽ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയില്ല, ഒരു ടാർപോളിൻ പോലെ ഇരിക്കും. അപ്പൊ ഈ തഹശുതോൽ കൊണ്ട് സമാഗമന കൂടാരം മുഴുവൻ പൊതിഞ്ഞു. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സൗന്ദര്യവും ഇല്ല. പക്ഷെ സമാഗമന കൂടാരത്തിന്റെ അകത്ത് ചെന്നാൽ പിരിച്ച നൂല്, പഞ്ഞിനൂല്, നീലനൂല്, ധൂമ്രനൂല്, പച്ചനൂല്, സ്വർണ്ണനൂല് ഇല്ലാത്ത വർണ്ണ ഖചിതമാണ്.
വർണ്ണവൈവിധ്യമായിട്ട് സ്വർണ്ണഖചിതമായിട്ട് ഭയങ്കര സൗന്ദര്യമാണ്. അതാണ് ശോഭാപരിപൂർണയാകുന്നെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് പുറമാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത്. മനസ്സിലായി? വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ഇന്നർ മാൻ. ഇപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റിൽ പറയുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തുണ്ടാകണം? നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടാകണം. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമ്പത്തുണ്ടാകണം. 3 കാര്യമാണ്. അപ്പൊ ശക്തി ഉണ്ടാകണമെന്ന് പൗലോസ്ലീഹായും, സൗന്ദര്യം ഉണ്ടാകണമെന്ന് പത്രോസ്ലീഹായും, സമ്പത്തുണ്ടാകണമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. ഈ 3 ചിന്തകളാണ് നമ്മൾ പ്രധാനമായിട്ടും കരുതേണ്ടത് അകത്തെ മനുഷ്യനെ. ഈ 3 ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മാർ അപ്രേമിന്റെ മിമ്ര. അതാണ് നമ്മൾ ഈ പ്ലേ ചെയ്ത് ഈ കേൾക്കുന്നത്. അപ്പം അതിനകത്ത് ആ പ്രേയേഴ്സ് എല്ലാം ഇതുകൊണ്ടാണ്. നമ്മൾ മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശരിയാക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ, ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ, ദൈവം കാണുന്നത് പോലെ കാണാൻ. ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. കാരണം നമ്മുടെ ഉള്ളിലെ പാപം എന്ന് പറയുന്നത് അതാണ്. അവിടെയാണ് ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ എന്നാണ് നമ്മുടെ തർജ്ജിമ. പക്ഷെ ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എന്നാണ് ഒറിജിനലി പറഞ്ഞത്. അപ്പൊ ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിപ്പീൻ. അപ്പൊ ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? പരിശുദ്ധരാക്കിയിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജനത്തെ കാണേണ്ടത്. അതിനാണ് ഈ പ്രാർത്ഥന. അപ്പൊ അതിൽ പരാജയപ്പെടുന്നവന്റെ രോദനം. അല്ലാതെ ഓർത്തഡോക്സുകാരുടെ പ്രാർത്ഥനയ്ക്കകത്തെല്ലാം ഭയങ്കര കരച്ചിലും നിലവിളിയാണെന്ന് ഞാൻ കരഞ്ഞേ മതിയാകും. ഇപ്പൊ ദുഃഖിതന്മാര് തലവനായ മാർ ബൗർസോമ, ശമോൻ ദസ്തുനി എന്ന് എല്ലാം ഈ പറയുമ്പോൾ ഈ പ്രാർത്ഥനയിൽ മുഴുവൻ കരുണ ചെയ്യണമേ, കരുണ കാണിക്കണമേ എന്ന് പറയുന്നത് ഈ ദൈവം അവിടെ വലിയ കോടാലി നമുക്ക് വെച്ചിരിക്കുന്നതല്ല, നമ്മുടെ ഹ്യൂമൻ ഫെയിലിയറാണ്. കാരണം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എത്ര ഉന്നതമായിരിക്കുന്ന വിളിയാണ്. അതുകൊണ്ടാണ് എന്നുടയോനെ സന്നിധിയിൽ നിദ്ര തെളിഞ്ഞിന്നീ അടിയാൻ വന്നുണർവോടെ നിൽപ്പതിനായി ഉന്നതനെ നീ കൃപ ചെയ്യുക. ഇത് നമ്മൾ ഇപ്പൊ കേൾക്കുന്ന ഈ മെമ്മറായിക്കകത്ത് പാടുകയാണ്. നമ്മുടെ പാപമുഴുകലാകുന്ന നിദ്രയിൽ നിന്ന് എന്നെ ഉണർത്തണമേ. ഇതാണ് പ്രയർ. നിദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിൽ എന്ത് ചെയ്യാണ്? ഉറങ്ങുകയാണ്. ഈ ചിന്ത പൗലോസ്ലീഹ എഴുതിയിട്ടുണ്ട് റോമാലേഖനം 11. ആ വാക്യമാണ് സെന്റ് അഗസ്റ്റിനെ പിടിച്ചു കുലുക്കിയത്. ഇപ്പോൾ നിദ്ര വിട്ട് എഴുന്നേൽക്കേണ്ട സമയം വന്നിരിക്കുന്നു. നമ്മൾ നിദ്ര വിട്ട് എഴുന്നേൽക്കേണ്ട സമയം വന്നിരിക്കുന്നു. പൗലോസ് പിന്നെ എഫെസ്യൻകാർ എഴുതുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. അപ്പൊ നമ്മുടെ ചില മേഖലകളിൽ ഉറക്കം ബാധിച്ചിട്ടുണ്ട്. അവിടെ ഉണർവുണ്ടാകണം. ജാഗ്രത. നമ്മുടെ ഭാരതീയ ചിന്തയിലെ ജാഗ്രത എന്നാ പറയുന്നത് ഉണർവിന്. അത് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ, നിബോധിത. അപ്പൊ ഉപനിഷത്തുകളിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ തിരുവഴുത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഉണർവുണ്ടാവുക. അപ്പൊ ആ ഉണർവുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെ പറ്റി ശരിക്കും മനസ്സിലാകുന്നത്. ഇപ്പൊ നമ്മള് കുറെ ഡെഡ് ബോഡിയുടെ ഇടയിൽ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പൊ പൗലോസ്ലേ പറയാ, ഉറങ്ങുന്നവനെ നീ ഉണരെ, എഴുന്നേക്ക്. എന്താ പ്രശ്നം? എടാ, നീ കിടക്കുന്ന കുറെ ശവങ്ങളുടെ ഇടയിലാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. എഫെസ്യൻകാരത്ത് എഴുതി വെച്ചിരിക്കുക. എഫെസ്യൻകാരത്ത് എഴുതി നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ എഴുന്നേക്ക് എന്ന് പറഞ്ഞാൽ നീ ശവങ്ങളുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുകയാണ്. കാരണം ശവങ്ങൾ ചെയ്യുന്നത് പോലെയാണ് നീയും ചെയ്യുന്നത്. നിന്റെ ചുറ്റുമുള്ളത് ശവങ്ങളാണ്, മനുഷ്യരല്ല. അവർ ചിന്തിക്കുന്ന പോലെ നീ ചിന്തിക്കുന്നു, അവർ പ്രവർത്തിക്കുന്ന പോലെ നീ പ്രവർത്തിക്കുന്നു. അവരുടെ മനോഭാവമാണ് നിന്റെ മനോഭാവം. അവർ ലൈക്ക് അടിക്കുന്നതിന് നീ ലൈക്ക് അടിക്കുന്നു, അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് നീ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവർ ചിരിക്കുമ്പോൾ നീ ചിരിക്കുന്നു. കണ്ടോ? ലോകത്തിന് അനുരൂപമാകാതെ ഈ ലോകം ചിന്തിക്കുന്ന അങ്ങനെയാ. അപ്പൊ ഇതെല്ലാം ശവങ്ങളാണ്. അപ്പൊ മരിച്ചവരുടെ ഇടയിൽ കിടന്ന് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുക.
ഭയങ്കര അപകടമാണ് ആത്മീയ സ്ഥിതി. അതാണ് മാറപ്രേമിൻ്റെ മിമ്ര കേൾക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ ഈ പാട്ടിൽ കേൾക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്ലേ ചെയ്യുമ്പം പല ആളുകൾ ചോദിക്കാറുണ്ട്, ഈ പാട്ടിന് എന്താണ് പ്രത്യേകത, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഈ 3 കാര്യങ്ങൾ. ഒന്ന്, അകത്തെ മനുഷ്യൻ്റെ സമ്പത്ത്, അതേക്കുറിച്ചാണ് നമ്മൾ. കൊല്ലും നഞ്ചിവയായുള്ള വെള്ളിയും പൊന്നും നേടേണ്ട, കേട്ടിട്ടില്ല ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പ്ലേ ദിവ്യജനത്തിനുടയോനേ, ദിവ്യജനം വാഴ്ത്തുന്നവനേ, കീർത്തനമോദിടുന്നവരിൻ പ്രാർത്ഥനയെ കൈക്കൊള്ളണമേ. യാവനൊരുത്തൻ മൂവരുമായി മൂവരതൊന്നായും മരും കാതസുതാശ്വാസപ്രദന സത്യപരനായി സ്തുതി നിത്യം. ദീനരുടെ ഈ പ്രാർത്ഥനയും ഭാവികൾ തൻ കണ്ണീരുകളും ആദ്യഫലത്തിൻ കാഴ്ചകൾ പോൽ കേൾക്കുമവനായി സ്തുതിയെന്നും. വാനവരെന്നും സ്തുതിയാലേ നിന്നു പുകഴ്ത്തിയിടുന്നവരെ, ൂഴികളായിടുന്നവരും നിന്മഹിമയ്ക്കായി സ്തുതി പാടും. സുതാശ്വാസപ്രദനാം ഏകപരന്തൻ തിരുമുമ്പിൽ ദോഷമകന്നോരറിവോടെ പാടുക നാം സങ്കീർത്തനവും. കൊല്ലുന്നൊരു നഞ്ചായവയാ വെള്ളികൾ പൊന്നും നേടരുതേ, നല്ലനു നിന്നിൽ പ്രീതി വരാൻ നല്ലുപദേശം നേടുക നീ. ഏകപരന്തൻ തിരുമുമ്പിൽ ദോഷമകന്നോരറിവോടെ പാടുക നാം സങ്കീർത്തനവും. അവിടെ പാടുന്നതാണ് കൊല്ലും നഞ്ചിവയായുള്ള വെള്ളി പൊന്നും നേടേണ്ട. അപ്പൊ ഇതാണ് അകത്തെ മനുഷ്യന് സമ്പത്തുണ്ടാകുക. കൊല്ലുന്നൊരു നഞ്ചായവയാ വെള്ളികൾ പൊന്നും നേടരുതേ, നല്ലനു നിന്നിൽ പ്രീതി വരാൻ നല്ലുപദേശം നേടുക നീ. അല്പതുമോടകതിക്കാപ്പവുമേരി പോറ്റുക നീ, വന്നവനീശാസുരരെ പോൽ ഏഴുകുറി പ്രാർത്ഥിച്ചിടുക. മോശയുമേലിയായുമവർ നോറ്റുപവാസം 40 നാൾ, യേശുവീ നോമ്പേറ്റതിനാൽ നാശകനെ തോൽപ്പിച്ചുടനെ. ഇതാണ് ഈ പ്രയറിന്റെ ഒരു പ്രത്യേകത. ഈ ആംഗിളിലാണ് പ്രാർത്ഥിക്കുന്നത്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഉള്ള പ്രാർത്ഥനയാണ്. അതാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലായിരുന്നു. നമ്മൾ എവിടെ ജനിക്കണം നമുക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല. നമ്മൾ എങ്ങനെ ജനിക്കണം തീരുമാനിക്കാൻ പറ്റിയില്ല. നമ്മളുടെ സൗന്ദര്യം, നമ്മുടെ തൊലിയുടെ നിറം, നമ്മൾ കറുത്ത ആളുകൾക്ക് വെളുക്കാൻ ആഗ്രഹം, വെളുത്ത ആളുകൾക്ക് വെളുപ്പ് കുറയ്ക്കാൻ ആഗ്രഹം, ടാനിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഇവിടെ സായിപ്പുമാരും മദാമിമാരും ഒക്കെ അവരുടെ സ്കിന്നെ നോക്കി വിഷമിക്കുക. കണ്ടമാനം വെളുത്തിരിക്കുന്നു, അതിനവർ വെയിലത്ത് പോയി കിടക്കുന്നു. പിന്നെ ടാനിങ്ങിന് പൈസ കൊടുത്ത് തൊലിയുടെ നിറം മങ്ങാൻ വേണ്ടി. കറുത്തിരിക്കുന്ന ആളുകൾ 10,000 കണക്കിന് രൂപ മുടക്കി ആ ക്രീമും ഈ ക്രീമും എല്ലാം മേടിച്ച് ദേഹത്ത് തേച്ച് അതിന്റെ കളർ മാറ്റാൻ നോക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ആളുകൾക്ക്. അവനവൻ്റെ ത്വക്കിന്റെ നിറം ഇഷ്ടമുള്ളവർ വളരെ കുറച്ചാണ്.
മൂക്കിൻ്റെ ഷേപ്പ് ഇഷ്ടമില്ല, കണ്ണിൻ്റെ ഷേപ്പ് ഇഷ്ടമില്ല, പുരിയം ഇഷ്ടമില്ല, താടി ഇഷ്ടമില്ല, ചെവി ഇഷ്ടമില്ല, ഇതൊന്നും ഇഷ്ടമില്ല. അപ്പം വരുവാനുള്ള ലോകം എന്ന് പറഞ്ഞാൽ ഡിസൈനർ വേൾഡാണ്. നിങ്ങളെ വരുവാനുള്ള ലോകത്തിൽ ഡിസൈൻ ചെയ്യേണ്ടത് നിങ്ങളാണ്. അതിനുള്ള അവസരമാണ് ഈ ലോക ജീവിതം. യു ക്യാൻ ഡിസൈൻ യുവർ സെൽഫ്. ഇതാണ് സീക്രട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി. നിങ്ങൾക്ക് നിങ്ങളെ ഡിസൈൻ ചെയ്യാം. വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾ എങ്ങനെ അപ്പിയർ ചെയ്യണം, നിങ്ങൾക്ക് എത്ര പൊക്കം വേണം, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. 6 അടി പൊക്കം, ഞരണ്ടിരിക്കണോ? അപ്പൊ അകത്തെ മനുഷ്യന് എന്തുണ്ട്? സൗന്ദര്യമുണ്ട്. അകത്തെ മനുഷ്യന് സമ്പത്തുണ്ട്. അകത്തെ മനുഷ്യന് ആരോഗ്യമുണ്ട്. ഈ 3 കാര്യം വ്യക്തമായി പുതിയ നിയമ തിരുവെഴുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ പോകുന്ന പെന്റക്കോസ് പള്ളിയിൽ ഇത് ഇതുവരെ കേട്ടിട്ടുണ്ടോ? ബ്ലസിമോടെ വയറ്റുവേ അതിന് ജോക്കുട്ടൻ എവിടെയോ കുടുങ്ങി കിടക്കാന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതി. ഇപ്പൊ ഈ കൊറോണ ബാധിച്ചിട്ട് ബ്ലസിമോള് പ്രസവാവധിയിലാണെന്നൊക്കെ ആളുകൾ എഴുതുന്നുണ്ട്. എനിക്കറിയത്തില്ല ബ്ലസിമോൾ ഇപ്പൊ എവിടെ എത്തിയെന്ന്. അപ്പൊ ഏതായാലും ഈ ബ്ലസിമോളുടെ വയറ്റുവേദനയും ജോക്കുട്ടന്റെ വിസായും അല്ല, നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ അകത്തെ മനുഷ്യന്റെ ആരോഗ്യം, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എത്ര ആരോഗ്യമുണ്ടോ ആ ആരോഗ്യമുള്ള മനുഷ്യനാണ് കമ്മിങ് വേൾഡിൽ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എത്ര സൗന്ദര്യമുണ്ടോ ആ സൗന്ദര്യമാണ് കമ്മിങ് വേൾഡിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. സൗന്ദര്യം. അപ്പൊ ഇന്ന് ഈ ലോകത്തിലെ സൗന്ദര്യമുള്ളവരും, ഇന്ന് ഈ ലോകത്തിൽ ആരോഗ്യമുള്ളവരും, ഇന്ന് ഈ ലോകത്തിൽ സമ്പത്തുള്ളവരും വരുവാനുള്ള ലോകത്തിൽ സമ്പത്തുള്ളവരും ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരുമായിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ന് ഈ അകത്തെ മനുഷ്യന് എത്ര സൗന്ദര്യമുണ്ടോ, അകത്തെ മനുഷ്യന് എത്ര സമ്പത്തുണ്ടോ, അകത്തെ മനുഷ്യന് എത്ര ആരോഗ്യമുണ്ടോ അതാണ് കമ്മിങ് വേൾഡിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനു വേണ്ടിയാണ് പിതാക്കന്മാർ കഷ്ടം സഹിച്ചത്. സഭാപിതാക്കന്മാർ, അപ്പോസ്തോലിക പിതാക്കന്മാർ കഷ്ടം സഹിച്ചത്. മരുഭൂമിയിലെ പ്രാർത്ഥനാ മല്ലന്മാർ, ഡെസേർട്ട് ഫാദേഴ്സ്, ഡെസേർട്ട് മദേഴ്സ്, അവർ പ്രാർത്ഥിച്ചത് വെറുതെ അല്ല, വ്യർത്ഥമായിട്ടല്ല. കാരണം അവരകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തി പ്രാപിക്കുകയായിരുന്നു. അവരകത്തെ മനുഷ്യനെ സംബന്ധിച്ച് സൗന്ദര്യം പ്രാപിക്കുകയായിരുന്നു. അവരകത്തെ മനുഷ്യനെ സംബന്ധിച്ച് സമ്പത്ത് സ്വരൂപിക്കുകയായിരുന്നു. അപ്പൊ ഇതാണ് നിങ്ങളുടെ ചാൻസ്. ദിസ് ഈസ് യുവർ ടൈം. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമ്പന്നനാകാം. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശക്തനാകാം. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാക്കാം. അകത്തെ മനുഷ്യന് സൗന്ദര്യം വരുന്നത് എങ്ങനെയാണ്? നമ്മൾ താഴ്മയുള്ളവരാകുമ്പോഴാണ്. അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം താഴ്മയാണ്. അകത്തെ മനുഷ്യന് സൗന്ദര്യം വരുന്നത് താഴ്മയാണ്. സൗന്ദര്യം അതുകൊണ്ടാണ് 1 പത്രോസ് 3 നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല എന്ന് പത്രോസിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ വസ്ത്രം ധരിക്കരുതെന്നോ തലമുടി ചീകരുതെന്നോ അല്ല. നിങ്ങൾക്ക് തലമുടി ചീകുകയോ പിന്നെ പൊന്നണിയുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല അലങ്കാരം എന്നാ പത്രോസ് പറഞ്ഞു. അതെല്ലാം ടെമ്പററി ആണ്. നിങ്ങൾക്ക് പിന്നെ എന്തൊക്കെ ഉടുപ്പിടുവോ മാലയിടുവോ ഒക്കെ ചെയ്യാം. അതൊന്നും അല്ല അവിടെ ഇഷ്ടം. ഇവിടെ പറയണം ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. നമ്മുടെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്താ ജീവിതം, യുവർ തോട്ട് ലൈഫ്, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡിസൈൻ ചെയ്യാണ് നിങ്ങളെ തന്നെ. അപ്പൊ കമ്മിങ് വേൾഡിലെ നിങ്ങളെ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ ചിന്താ ജീവിതം അല്ലെങ്കിൽ മനസ്സ്. പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. വല്ല മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അതാണ് ഗൂഢമനുഷ്യൻ. ഒരു സീക്രട്ട് പേഴ്സൺ നമ്മുടെ അകത്തുണ്ട്. അപ്പൊ നമ്മുടെ പുറത്തൊരു മനുഷ്യനുണ്ട്, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യനാണ് റിവീൽ ആകാൻ പോണേ, അല്ലാതെ ഈ പുറത്തെ മനുഷ്യനൊന്നുമല്ല. ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ പുറത്തെ മനുഷ്യൻ നമ്മൾ ഏത് പ്രായത്തിൽ പ്രത്യക്ഷപ്പെടും, നമ്മുടെ സൗന്ദര്യം എങ്ങനെയായിരിക്കും? ഈ പുറത്തെ മനുഷ്യനല്ല, അകത്തെ മനുഷ്യനാണ് വെളിപ്പെടുന്നത്. അകത്തെ മനുഷ്യന്റെ ഈ കാര്യങ്ങളാണ് സൗന്ദര്യമുണ്ടാകും. അപ്പം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം കമ്മിങ് വേൾഡിൽ നിങ്ങൾക്ക്
ഒരു പരാതിയും പറയാൻ പറ്റത്തില്ല. അയ്യോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടും. ചിലർ അത് കണ്ടാൽ പേടിക്കും. അകത്തെ മനുഷ്യനെ, ഇപ്പോഴത്തെ വിശ്വസുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുടെ അകത്തെ മനുഷ്യനെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഓടിയ ഓട്ടം നിർത്തത്തില്ല. 5 മൈൽ ഓടിയിട്ടേ നിർത്തത്തുള്ളൂ. പേടിച്ചു പോകും. കാരണം അത്ര ഭീകര രൂപിണി ആയിരിക്കാം. മനസ്സിലായോ? ഇപ്പം എൻ്റെയൊക്കെ അകത്തെ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സെൽഫി എടുത്ത് മരിക്കത്തുള്ളൂ എൻ്റെ കൂടെ നിന്ന്. മനസ്സിലായോ? അത്ര സുന്ദരനായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എങ്ങനെ ഇരിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ സൗന്ദര്യം കുറവുള്ളവർ ചിന്തിക്കുക, എൻ്റെ അകത്തെ മനുഷ്യൻ ഒരു സെൽഫിക്ക് തയ്യാറായിട്ട് വന്നാൽ എത്ര പേര് സെൽഫി എടുക്കാൻ വരും? കൂടെ നിൽക്കുക. നിങ്ങളുടെ എല്ലാ അകത്തെ മനുഷ്യന്റെ പടം ഫേസ്ബുക്കിൽ ഇടാമെങ്കിൽ എത്ര ലൈക്ക് കിട്ടും? പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, റെച്ചഡ് മേൻ, ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഭയങ്കര കേമത്തരാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എബ്രായരിൽ ജനിച്ച എബ്രായനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദനാണ്, ന്യായപ്രമാണത്തിലെ തീഷ്ണ നിമിത്ത സഭയെ ഉപദ്രവിച്ചവനാണ്, ഗമാലിയലിന്റെ കാൽക്കീയിരുന്ന് പഠിച്ചവനാണ്, റോമ പൗരത്വം ജന്മനാ സിദ്ധിച്ചവനാണ്, അതാണ് ഇതാണ് താണ് ധേണ് ഇതെല്ലാം പറഞ്ഞു. അവസാനം പറഞ്ഞു, മോഹിക്കരുതെന്നൊരു കൽപ്പനയുണ്ടോ? അയ്യോ, അത് വായിച്ചപ്പോൾ ഞാൻ തകർന്നു പോയി. ഒറ്റ കാര്യമുള്ളൂ, കർത്താവേ, I am the chief among all sinners. മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ഇതാണ് ഓർത്തഡോക്സിയുടെ ബ്യൂട്ടി. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് പ്രയറിൽ നമ്മളങ്ങനെ കാണുന്നത്, കർത്താവേ കരുണ ചെയ്യണം, കരുണ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അകത്തെ മനുഷ്യൻ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന തന്നെ നമ്മുടെ അപ്രേമിൻ്റെ മിമ്രായും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാതനകൾ നൽകുമാറാകണമേ. കർത്താവേ കൃപ ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. നിന്ദയവും നിന്മോചനവും നിന്നറയിൽ നിന്നേകണമേ. എന്നുടയോനേ സന്നിധിയിൽ നിദ്രതളിന്നിന്നീ അടിയാർ അന്നുണർവോടെ നിൽപ്പതിനാൽ ഉന്നതനേ നീ കൃപ ചെയ്യുക. നിന്നടിയാൻ ഞാൻ നിദ്രയിലായെന്നാകിലുമേ, എന്റെ ഉറക്കം സന്നിധിയിൽ ദോഷം കൂടാതാകണമേ. തിന്മകൾ ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ പോക്കുക നീ. നിദ്രയിൽ ഞാൻ പിഴ ചെയ്തെങ്കിൽ നിന്ദയമോചിച്ചിടണമേ. താഴ്മയെഴും നിൻ കുരിശാലേ നല്ലയുറക്കം നൽകണമേ. മായകൾ സ്വപ്നാദികൾ നിൻ ദാസനു കാണാറാകരുതേ. സമാധാനം നിറയും നിദ്ര
കാവലിനായി വെളിവിന്റെ ദൂതനെ നീ എന്നരികത്താക്കിയിടണമേ. യേശുവേ ജീവനിരിക്കും നിൻ ദിവ്യ ശരീരം തിന്നതിനാൽ ആശമുദിക്കും ആഗ്രഹമൻ ചിത്തമതിൽ തോന്നിയിടരുതേ. രാവിലുറങ്ങുമ്പോഴരികിൽ കാവലനിക്കാതിരുരക്തം നിന്നുടെ രൂപത്തിനു സദാ ഈ വിടുതൽ തന്നിടണമേ. കൈമനഞ്ഞോരെന്നുടലിൽ നിൻ ഇപ്പൊ പാടിയ കേട്ടോ, നിന്നുടെ രൂപത്തിനു സദാ നീ വിടുതൽ തന്നിടണമേ. അപ്പം നിന്നുടെ രൂപം എന്ന് പറഞ്ഞ ഏതാണ്? ദൈവത്തിന്റെ രൂപമാണ് നമ്മുടെ അകത്ത്. അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ ഞെരുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ കർത്താവ് നമ്മെ വിടുവിച്ചു, കർത്താവ് നമ്മെ രക്ഷിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ സൂമിലെ ഒരു ചർച്ചയിൽ ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. അപ്പൊ എന്താണ് കർത്താവ്, എന്തിൽ നിന്നാണ് നമ്മളെ വിടുവിക്കുന്നത്? കർത്താവ് നമ്മെ രക്ഷിക്കുന്നത് എന്തിൽ നിന്നാണ്? കർത്താവ് സത്യത്തിൽ നമ്മിൽ നിന്ന് തന്നെയാണ് രക്ഷിക്കുന്നത്. നമ്മുടെ പിടിയിൽ നിന്നാണ് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നുടെ രൂപത്തിന് നീ സദാ വിടുതൽ തന്നിടണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫാണ് നമ്മളെ ഞെരുക്കുന്നത്, നമ്മുടെ സ്വാർത്ഥതയാണ്. അപ്പൊ അവിടുന്നാണ് നമ്മുടെ സെൽഫ് സെന്റേർഡ്നെസ്സിൽ നിന്ന് അതർ സെന്റേർഡ്നെസ്സിലേക്ക്, അതായത് എന്റെ ഗുണമല്ല മറ്റവന്റെ ഗുണം. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് എഴുതുന്നത്, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, എനിക്ക് ഗുണം വരുന്ന കാര്യം, എനിക്ക് കംഫർട്ട്, എനിക്ക് പ്ലഷർ, എനിക്ക് ബെനിഫിറ്റ്, ഇങ്ങനെ ചിന്തിക്കാതെ വേറെ ഒരാൾക്കൊരു ബെനിഫിറ്റ്, വേറൊരാൾക്ക് ഒരു പ്ലഷർ, വേറെ ഒരാളുടെ മുഖത്തൊരു പുഞ്ചിരി, അപരന്റെ മുഖത്ത് പുഞ്ചിരി തെളിയാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് ദൈവിക ചിന്ത. ആ ചിന്ത എപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ദൈവീകരണത്തിലേക്കുള്ള യാത്ര, തിയോസിസിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഈ പാട്ട് പാടുമ്പം ഈ ഭാഗം വരുമ്പോൾ എനിക്കിപ്പോഴും എന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു ഭാഗമാണ് അത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. കൈമനഞ്ഞോരെന്നുടലിൽ നിന്റെ വലം കൈയാകണമേ. നിൻ കൃപ ചുറ്റും കോട്ടയുമായി കാവലതായും തീരണമേ. അംഗമടങ്ങും നിദ്രയതിൽ നിൻബലമെന്നെ കാക്കണമേ. എന്റെ ഉറക്കം നിന്നരികിൽ രൂപം പോലെയുമാകണമേ. കാവലനിക്കാതിരുരക്തം നിന്നുടെ രൂപത്തിനു സദാ ഈ വിടുതൽ തന്നിടണമേ. കൈമനഞ്ഞോരെന്നുടലിൽ നിന്റെ May God bless you. Thank you. അപ്പം മാർ അപ്രേമിന്റെ മെമ്ര ഗെറ്റ് ഇറ്റ്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പാടാൻ പറ്റിയതാ, പ്രാർത്ഥിക്കാൻ പറ്റിയതെന്നാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് അതിന്റെ ഓഡിയോ കിട്ടും, അതിന്റെ ലിറിക്സും കിട്ടും. ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ, ഞാനത് അയച്ചു തരാം. വെരി ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ പ്രയർ. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.